നമസ്കാരം. അവിട്ടം നക്ഷത്രം ജനിച്ചവർക്ക് പുതിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. നിശ്ചയിച്ച കാര്യങ്ങൾക്കാണെങ്കിലും സ്വല്പം കൂടുതൽ പ്രയത്നം വേണ്ടി വരുവാനിടയുണ്ട്. പുതിയ വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ആശയങ്ങളും ചർച്ചകളും പൂർത്തീകരിക്കുവാനിട വരുമെങ്കിലും സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. അശ്രാന്ത പരിശ്രമത്താൽ ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. വ്യക്തി സ്വാതന്ത്ര്യം പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. സുഗമമെന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരും. എന്നാൽ മറ്റു ചിലവർക്ക് സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ പോലും നിഷ്പ്രയാസം അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനിടയുണ്ട്. പല പ്രകാരത്തിലും ദേഹാസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുന്നതിനാലും നാഡീ നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനും സാഹചര്യങ്ങളുണ്ടാകുമെങ്കിലും ആയുർവേദ പ്രകൃതി ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരുവാനിടയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏറ്റെടുത്ത കാര്യങ്ങളിൽ പൂർണ്ണത കൈവരുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകുമെങ്കിലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയുവാനാണ് യോഗമുള്ളത്. ഔദ്യോഗികമായിട്ടുള്ള ചില ചുമതലകൾ ഏറ്റെടുത്തത് പൂർത്തീകരിക്കുവാൻ അവധി ദിനത്തിലും പല ദിവസങ്ങളിലും രാത്രിയിലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. വസ്തുനിഷ്ഠമായി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഫലപ്രാപ്തി നേടും. അമിതമായിട്ടുള്ള ആത്മവിശ്വാസമാവുന്നതും ഒഴിവാക്കേണ്ടത് വളരെ ഗുണകരമായി തീരുവാനിടയുണ്ട്. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുമെങ്കിലും അമിതമായിട്ടുള്ള ആത്മവിശ്വാസമാവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അവിട്ട നക്ഷത്രക്കാരുടെ ഈ ജൂലൈ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങളാണ് ഈ പറഞ്ഞത്. നമസ്കാരം.